ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞു. എനിക്കിപ്പോഴാണ് ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 4 മണിക്ക് സെറ്റ് ചെയ്ത പരിപാടിയാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും സെറ്റായി ഇറങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്കും 6 മണി, ഓൾമോസ്റ്റ് ലേറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, സെറ്റായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ സിസ്റ്റർ എനിക്ക് തന്ന ഗിഫ്റ്റ്സാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ അധികം നേരം ഈ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സംഭവത്തുമ്പോൾ കുറേ നേരം മൽപ്പിടുത്തമൊക്കെ നടത്തി. ലാസ്റ്റ് ഫൈനൽ എങ്ങനെയോ ഇട്ടു. അതായത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നല്ല, കഴിഞ്ഞ വീക്കെൻഡ് 22 വയസ്സായി. ഇത്രയും സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉപ്പക്ക് ഇപ്പോൾ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി. പക്ഷേ ഉപ്പ ഉണ്ടെങ്കിൽ പോലും മൂപ്പര് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും അങ്ങനെ വരുമൊന്നുമില്ല. ആൾ അങ്ങനത്തെ ടൈപ്പേ അല്ല. സോ മൂപ്പരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാലും കുഴപ്പമില്ല. നെക്സ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹോപ്പ്ഫുള്ളി ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. പിന്നെ കഫേ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് പേര് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കഫ് കെട്ട്, ജലദോഷം, അങ്ങനെ എന്തൊക്കെയോ അസുഖങ്ങളായിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ബട്ട് എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസമായില്ല, അപ്പോൾ പോസ്റ്റ് ചെയ്തേക്കാം എന്ന്. പിന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്തും എക്സിക്യൂട്ട് ചെയ്തും എന്നെ ഹെൽപ്പ് ചെയ്തും എല്ലാം വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ഹാപ്പി. അപ്പോൾ അത്രയുള്ളൂ. ബൈ.